ശരിയാണ് സർ. എല്ലാം ആ സമയത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയത്. മതി, ഇത്രയും മതി. നമ്മള് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പൃഥ്വിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി ആ വഴിക്കും പല തലവേദനകളും വരും. എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. വരർത്ത് വെച്ച് കാണാം. ഹലോ അഖിൽ, പറഞ്ഞോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവള് ബാങ്കിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ അഖിൽ, അവൾ ഇറങ്ങും മുമ്പ് CIയും സംഘം അവിടെ എത്തിയിരിക്കും. അഖിലിന്റെ കണ്ണ് വെട്ടിച്ച് അവളെ രക്ഷപ്പെടരുത്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞാൻ ഉടനെ CIയെ വിളിച്ചു പറയാം. ഓക്കെ ജെഡി. അവൾ ഇറങ്ങിയല്ലോ. CA ഇതുവരെ കണ്ടില്ല. അവളെ പിടിച്ച് നിർത്തിയാലോ? നോക്കാം. കാറിലുണ്ടോ? എന്താ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? നിങ്ങളുടെ കയ്യിലുള്ളത് ലോക്കറിൽ നിന്നെടുത്ത സ്വർണ്ണാഭരണങ്ങളല്ലേ? അതെ. അതിനെന്താ? ആ ആഭരണങ്ങളൊന്നും നിങ്ങളുടേതല്ലെന്നും വിനീതയുടേതാണെന്നും പരാതി കിട്ടിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. സ്റ്റേഷനിൽ പോയി അതൊന്ന് ഉറപ്പുവരുത്തണം. എനിക്കിതൊന്ന് വീട്ടിൽ അറിയിക്കണം. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് അറിയിക്കാം. ഇവളെ പിടിച്ച് വണ്ടി കയറ്റ്. സർ, നടക്ക് നടക്ക്, കേറും. അത് ഞാൻ കൊടുത്തു വിട്ടേക്കാം. ഒരു ശ്രദ്ധ വേണം. ഓക്കെ, ശരി. ബാങ്കിൽ പോയിട്ട് ഇവളെന്താ തിരിച്ചു വരാത്തത്? നീ സമാധാനത്തോടെ ഇരിക്കു പ്രേമേ, അവളിങ്ങെത്തും. അതല്ല, എനിക്കെന്തോ ടെൻഷൻ പോലെ. അമ്മ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. അതെ, നീ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പൊ കാര്യം അറിയാലോ. ഫോൺ ഓഫാണല്ലോ. ഇനി ബാങ്കിൽ കയറിയപ്പോ ഓഫാക്കിയതായിരിക്കുമോ? അതൊന്നുമല്ല, എനിക്കെന്തോ പേടിയാവുന്നത് പോലെ. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നെന്ന് മനസ്സ് പറയുന്നു കേട്ടാ. അങ്ങനെയൊന്നുമില്ല പ്രേമേ, ആലോചിച്ച് കാട് കയറണ്ട. അതല്ല അച്ഛാ, എനിക്കും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ആ വക്കീല് പറഞ്ഞത് ഓർക്കുമ്പോഴാ ടെൻഷൻ കൂടുന്നത്. ഇപ്പൊ ധൃതി വെച്ച ആ സ്വർണം കൊണ്ട് ലോക്കറി വെക്കണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടല്ലേ അങ്ങനെ ചെയ്തത്. ആ സമയത്ത് CA നമ്മുടെ ആളായിരുന്നല്ലോ. കേസ് ഇങ്ങനെ മാറുമെന്ന് ആരാ കരുതിയത്? എന്നാൽ ഇവളെന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ഛെ. ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. തുടങ്ങാം. നിങ്ങളുടെ ക്രൂരമായ പീഡനം കാരണമാണ് വിനീത മരിച്ചെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന സ്വർണത്തിന് വേണ്ടിയല്ലേ ഈ ക്രൂരത ചെയ്തത്? അയ്യോ അല്ല സർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ പണം നൽകണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ പണം വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? ഏയ് ഒരിക്കലുമില്ല. മൂന്നാറിലെ ഒരു റിസോർട്ട് വാങ്ങാനല്ലേ? നിങ്ങൾ വിനീതയോട് സ്വർണം ആവശ്യപ്പെട്ടത്? ഇല്ല. ശരിയാണ് സർ, എല്ലാം ആ സമയത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയത്. മതി, ഇത്രയും മതി. ഞാൻ വരുന്നവരെ ഇവരിവിടെ ഇരിക്കട്ടെ. സർ. പ്രസീതയുടെ കുറ്റസമ്മതം മതി നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ. അത് മാത്രം പോരാ, ആ മൊഴിയൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. അതെല്ലാം പ്രസീത തന്നെ മാറ്റി പറയും. അതെ, നമുക്ക് ശക്തമായ തെളിവുകളും സാക്ഷികളും വേണം. ആവശ്യത്തിനുള്ളതെല്ലാം നമുക്കായിട്ടുണ്ട്. ബാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വെറുതെ ചെന്ന് പറഞ്ഞാലൊന്നും അവര് കുറ്റം സമ്മതിക്കില്ല. നമ്മൾ ചെന്നാ അവര് ലോക്ക് ചെയ്തിരിക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. നമുക്കാദ്യം ആ ഗോൾഡിന്റെ കാര്യത്തിൽ ഒരു റെയ്ഡ് മഹസർ തയ്യാറാക്കി പ്രസീതയെ ഇവിടെ തന്നെ ഇരുത്താം. പിന്നെ ഒരു ഇൻഫർമേഷനും ലീക്കാവാതെ നേരെ പ്രദീപിന്റെ വീട്ടിൽ കയറി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അതിനുള്ള തെളിവുകളുമായിട്ട് വേണം നമ്മൾ പോവാൻ. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത ശേഷം ഒന്നിച്ച് കോടതിയിൽ ഹാജരാക്കാം. ഓക്കെ, എങ്കിലങ്ങനെ ചെയ്യാം.